നമസ്കാരം, എല്ലാവർക്കും നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റോസ്, നേച്ചർ ലൈഫ് കോടന്നൂരിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. നമ്മുടെ കൂടെ ഇന്നൊരു അതിഥിയുണ്ട്, നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് സിനി, ഞാൻ വരുന്നത് ഷാർജയിൽ നിന്നാണ്. പിന്നെ എനിക്ക് കാലിൻ്റെ 2 മുട്ടിലും പെയിനായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ആദ്യം നാട്ടിൽ വന്ന സമയത്ത് തന്നെ ഈ മാസം ആണ് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് പോയി ഡോക്ടറെ കണ്ടത്. ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് 2 കാലിൻ്റെ മുട്ടും റീപ്ലേസ്മെൻറ്റ് ചെയ്യാനാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. പക്ഷെ അതിന് ഞാൻ ഒരിക്കലും തയ്യാറല്ലായിരുന്നു. അപ്പോൾ ഇനി എന്താണ് മുന്നോട്ട് എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി നിന്നു. ഞാൻ ഒരുപാട് വിഷമിച്ചു, ഈ അവസ്ഥയിൽ നിന്ന് ഇനി എന്താണ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു കസിനാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു നാച്ചുറൽ ലൈഫിൻ്റെ ഒരു കാര്യമുണ്ട്, നമുക്ക് പ്രകൃതി ചികിത്സയാണ്, അതിന് പോയി കഴിഞ്ഞാൽ കുറേ വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എത്രമാത്രം ശരിയാണ്, അല്ലെങ്കിൽ അത് എത്രമാത്രം എനിക്ക് എഫക്റ്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ വന്നത്. പക്ഷേ എൻ്റെ മുന്നിൽ ഈ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വെക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ടായിരുന്നു സത്യം പറഞ്ഞ് ഇതുപോലൊരു അറ്റ്മോസ്ഫിയർ കാണുന്നത്. നമ്മളൊരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ മരുന്നിൻ്റെ മണം, ഇവിടെ ഞങ്ങൾ കണ്ടതും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ഞങ്ങൾ എത്രമാത്രം സേഫും സന്തോഷത്തോടെ ഇരിക്കുന്നു, അതിനേക്കാൾ ഉപരിയായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും തന്നെ, ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസും തന്നെ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെയാണ് വരുന്നത്. എല്ലാവരും നല്ല പ്രഷറോടെയാണ് ഇവിടേക്ക് എത്തുന്നതെങ്കിലും തിരിച്ചു പോകുന്നത് വളരെയധികം സന്തോഷത്തോടെയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 12 ദിവസമായി. എനിക്ക് വെയിറ്റ് ലോസും വേണമായിരുന്നു അതിൻ്റെ ഒപ്പം, എൻ്റെ മുട്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഒരു 4.5 കിലോ വെയിറ്റ് എൻ്റെ കുറഞ്ഞു 12 ദിവസം കൊണ്ട്. അതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. എന്താ വെച്ചാൽ എനിക്കൊരു എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് എനിക്ക് ഇതുവരെ എത്തിക്കാൻ പറ്റി. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫാസ്റ്റിംഗ് എടുത്തത്. വാട്ടർ ഫാസ്റ്റിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് എടുക്കാൻ പറ്റി. എൻ്റെ ശരീരത്തിൻ്റെ മാറ്റം ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി. ഈ അസുഖത്തിൽ നിന്ന് എനിക്ക് എന്തായാലും എനിക്കിതിലൂടെ മാറാൻ പറ്റുന്നു പറ്റി. ഇത്രയും നാൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണങ്ങളാണ് നമ്മളെ ഈ രോഗാവസ്ഥയിലേക്ക് എത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ സ്റ്റാഫായിക്കോട്ടെ, ഡോക്ടറായിക്കോട്ടെ വളരെ ഫ്രണ്ട്ലിയാണ്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഒരുപാട് സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്കിവിടെ വന്നപ്പോൾ. പക്ഷെ അതൊക്കെ 2 ദിവസം കൊണ്ട് എങ്ങനെ പറന്ന് പോയിന്ന് എനിക്കറിയാൻ വയ്യ. അത്രയ്ക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അത് എല്ലാവരും എന്നെപ്പോലെ എന്നല്ല, ഇതിനേക്കാൾ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമായിരിക്കാം. പക്ഷെ അവരൊക്കെ ഒന്ന് ചിന്തിക്കാം, നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾക്ക് ഭക്ഷണത്തിലൂടെ തന്നെ പ്രകൃതിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത് അസുഖവും മാറാനുള്ളൊരു പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി എടുക്കാൻ പറ്റും. അത് നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ല, നമുക്കതിനൊരു ട്രെയിനർ വേണം, അതിനൊരു ഡോക്ടർ വേണം. നമുക്ക് നമ്മളുടെ എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാനും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഡോക്ടർ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഏറ്റവും സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പോൾ ഇവിടുത്തെ പോകണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ സങ്കടം. പക്ഷേ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതൊക്കെ മുന്നോട്ടും ഇതുപോലെ തന്നെ തുടർന്നുകൊണ്ട് പോകണം. ഞങ്ങളുടെ അസുഖമൊക്കെ മാറ്റി ഞങ്ങൾക്ക് ഇവിടെ വന്നവരെല്ലാവരെയും തിരിച്ചു വന്ന് കാണണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇതുപോലെ എത്ര ആൾക്കാരുണ്ടോ അവർക്കൊക്കെ ഇങ്ങനെ സൗഖ്യം സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാനൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായി നല്ല രീതിയിൽ തന്നെ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഈ ഒരു അവസ്ഥയിൽ നിന്നുള്ള മാറ്റമാണ് എനിക്കത് പറയാനായിട്ട് പറ്റുന്നത്. എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ഫുഡ്? ഇവിടെ വന്നപ്പോൾ നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആയിരുന്നു നമ്മൾ കഴിച്ചിരുന്നത്. മോർണിംഗ് ഞങ്ങൾക്ക് മധുരമുള്ള ഫ്രൂട്ട്സാണ് നമുക്ക് മോർണിംഗ് തരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ലഞ്ചായിട്ട് തരുന്നത് വേവിച്ച പച്ചക്കറികളും സാലഡും ഒരു തേങ്ങാ ചമ്മന്തിയുണ്ട്, പറഞ്ഞറിയിക്കാൻ വയ്യാട്ടോ, സൂപ്പർ സാധാ. പിന്നെ വൈകിട്ട് ഞങ്ങൾക്ക് തരുന്ന പുളിയുള്ള ഫ്രൂട്ട്സാണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. പിന്നെ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഓരോരുത്തരുടെയും അസുഖം അതനുസരിച്ചും കരിക്കും വെള്ളം തരാറുണ്ട്, ലെമൺ ഹണി തരാറുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഡോക്ടർ പറയുന്നതനുസരിച്ചാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ടൈം കൃത്യമായിട്ട് നമുക്ക് എല്ലാം എത്തിച്ചു തരാറുണ്ട്. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഫാസ്റ്റിംഗ് എടുത്ത് തുടങ്ങിയപ്പോൾ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നോ? ആദ്യമായിട്ട് ഫാസ്റ്റിംഗ് തുടങ്ങിയപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതെന്നെ കൊണ്ട് എടുത്ത് മുഴുമിപ്പിക്കാൻ പറ്റുമോ. ഡോക്ടർ വാട്ടർ ഫാസ്റ്റിംഗ് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞതും ഞാൻ അതായിരുന്നു, ഞാൻ ഇതുവരെ ഫാസ്റ്റിംഗ് എടുത്തിട്ടില്ല, എനിക്കറിയില്ല. പക്ഷേ ആദ്യത്തെ ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം എത്തിയപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയി എന്ന് പറയാം. ആ ഫാസ്റ്റിങ്ങിലൂടെയാണ് എനിക്ക് എൻ്റെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞത്. അതിന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ എന്തൊക്കെയായിരുന്നു? ഞങ്ങൾക്ക് രാവിലെ യോഗ ഉണ്ടായിരുന്നു ഇവിടെ.
അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഡോക്ടറിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനുപരി ഞങ്ങൾക്ക് എന്താ പറയുക, വൈകിട്ട് ഞങ്ങൾക്കൊരു കൂടലുണ്ട്. അതായത് 6:30 ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് 7 മണി മുതൽ 8 മണി വരെയും ഞങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് ടൈമാണ്. ആ സമയത്ത് ഡോക്ടറടക്കം ഞങ്ങളെല്ലാവരും അത് നല്ല രീതിയിൽ തന്നെ, കളികളാവാം, പല പല പരിപാടികളാവാം, അല്ലെങ്കിൽ പാട്ടാവാം, അങ്ങനെ എല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്തു എല്ലാവരും. ഈ സ്റ്റേയിൽ നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്കിവിടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ കൂടിയിട്ടുള്ളത്. ഇനി ഒരു ജീവിതത്തിൽ അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ചില ഞാനത് വിചാരിച്ചിട്ട് പോലുമില്ല. അതും പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഇത്രയും ഭംഗിയായിട്ട് എല്ലാവരും കൂടെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസം വളരെയധികം നന്നായി തന്നെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. അത് ഇനിയും വരുന്ന ആൾക്കാർക്കും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ വിചാരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ വീട്ടിൽ പോയിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോകണം. ഇപ്പം ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് വെയിറ്റ് അതിനേക്കാൾ കൂടുതലായിട്ട് കുറച്ച് നല്ല രീതിയിൽ നടക്കാൻ പറ്റും. എനിക്ക് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ടൈം 6 മാസമാണ്. ആ 6 മാസം കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് നടക്കാൻ പറ്റണം. എൻ്റെ വെയിറ്റ് കുറച്ച് അത് അച്ചീവ് ചെയ്യണം തന്നെയാണ് ഞാൻ കരുതുന്നത്. അതെന്തായാലും ഫോളോ ചെയ്ത് പോകും ഞാൻ. പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതുപോലെ എത്ര തന്നെ വേദന അനുഭവിക്കുന്ന ആൾക്കാരായാലും എന്താ സുഖത്തിനായാലും നിങ്ങൾ തീർച്ചയായും നല്ല രീതിയിൽ തന്നെ മാറ്റം ഉണ്ടാവും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വരാവുന്നതാണ്. ഏത് അസുഖത്തിനും നമ്മൾക്ക് ഇവിടെ അതിൻ്റേതായ ചികിത്സയും കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ഹോസ്പിറ്റൽ അന്തരീക്ഷമല്ല മെയിനായിട്ട്, നമുക്കൊരു പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമല്ല. രോഗികളോട് പെരുമാറുന്ന രീതി, ഇവിടെ ആരും രോഗികളല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോഴേ അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുള്ളൂ. അപ്പം ആരും പേടിക്കാതെ നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതിന് തെളിവാണ് ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷവും ഞങ്ങളും. ഇത്രയും നന്നായിട്ട് നമ്മുടെ കൂടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന് താങ്ക് യു. താങ്ക് യു മാം.